കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജിലായിട്ട് ഈ പെണ്ണ് ഇത് എവിടെയാന്നുള്ള ചോദ്യം കർശനമായപ്പോഴാണ് ഞാൻ പതുക്കെ ക്യാമറയൊക്കെ എടുത്ത് വീണ്ടും അംഗത്തിനിറങ്ങിയത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാന്. ഇന്ന് ശ്രീകുട്ടന് സ്കൂളിൽ പോണ ദിവസമാണ്. അപ്പോൾ ആ കാര്യങ്ങളും റുട്ടീനും ഒക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാലത്ത് തന്നെ ചോറ് തിളപ്പിച്ച് ഊറ്റാൻ പോവാണ് കേട്ടോ. വൈകുന്നേരം നമ്മൾ തെർമൽ കുക്കറിൽ ചോറ് ഇറക്കി വെക്കും. പിന്നെ കുറച്ച് ചോറ് ഉച്ചയ്ക്കുള്ളത് ചേട്ടന്മാർക്ക് വെക്കും. അങ്ങനെ 2 ഷിഫ്റ്റായിട്ടാണ് നമ്മൾ ചോറ് വെക്കുന്നത്. മാത്രമല്ല പിന്നെ കറികളൊക്കെ നേരത്തെ ഉണ്ടാക്കും. ഷൂട്ടുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം നേരത്തെ തന്നെ എണീറ്റിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അല്ലെങ്കിൽ സ്കൂളിൽ പോകേണ്ട നേരം ഉച്ചയാവും കേട്ടോ. അപ്പം നമ്മൾ കാലത്ത് നേരത്തെ എണീറ്റിട്ട് നമ്മുടെ കിച്ചണിലത്തെ അംഗം ദാ ഇവിടെ തുടങ്ങി. അതും കോളിഫ്ലവറുമ്മേ. ശ്രീകുട്ടൻ്റെ സ്കൂളിലേക്ക് വെജ് മാത്രമേ കൊടുത്തു വിടാൻ പറ്റുള്ളൂ എന്ന് നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല കേട്ടോ. പക്ഷെ അവൻ്റെ സ്കൂളിലേക്ക് പോണേക്കാളും മുമ്പ് കൊടുക്കുന്ന ചോറിൽ എന്തെങ്കിലും നോൺ വെജ് ഐറ്റംസ് വേണം. മീൻ വറുത്തതോ ചിക്കൻ പൊരിച്ചതോ ഒക്കെ വേണം. അത് നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തലേദിവസം ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ടു. നല്ല ഭംഗിയുള്ള നെയിൽ ആർട്ട് ടൂളൊക്കെ മേടിച്ചിട്ടാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട് എനിക്ക് എന്താ ആഘോഷം. അത് കാരണം കൊണ്ട് അത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. എന്നാലും എനിക്ക് സമാധാനമാവുള്ളൂ. അപ്പോൾ നമ്മൾ കോളിഫ്ലവറാണ് ഉപ്പേരിയായിട്ട് കൊടുത്തു വിടുന്നത് ശ്രീകുട്ടന് കേട്ടോ. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് സവാളയൊക്കെ അരിഞ്ഞ് അതിൽ പച്ചമുളക്, വലിയ കാര്യമായിട്ടുള്ള എരിവൊന്നും ഇടില്ല. പിന്നെ എന്താ പറയുക, നമ്മൾ പച്ചക്കറികൾ കൂടുതലും കൊടുത്തു വിടുമ്പോൾ ഇപ്പോൾ വീട്ടിൽ നോൺ വെജ് കഴിക്കുകയാണെങ്കിലും ഇതൊരു നല്ല സിസ്റ്റമാണ്. സ്കൂളിൽ പോകുന്ന സമയത്ത് അവർ നന്നായിട്ട് പച്ചക്കറികളൊക്കെ കഴിച്ചോളും. അപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ മുളക് പൊടി കുറച്ചിട്ടിട്ട്, പിന്നെ അല്ലെങ്കിൽ കുരുമുളക് പൊടി കുറച്ചിട്ടിട്ട്, പിന്നെ പച്ചമുളകാണ് ഇടുക. എന്നിട്ട് അടച്ച് വെച്ച് അതങ്ങോട്ട് വേവിക്കും. ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ എന്തെങ്കിലും മസാലകൾ ഇടുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലകളോ കടല അങ്ങനെ വെജിറ്റബിൾ കറി മസാലകൾ. ഇതിപ്പോൾ ഞാൻ പനീറിൻ്റെ നമ്മുടെ ബേക്കേഴ്സിൻ്റെ മസാലയില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പനീർ നമ്മുടെ ബട്ടർ പനീറൊക്കെ വെക്കുമ്പോൾ ഉണ്ടാക്കില്ലേ, അതുപോലത്തെ ഒരു മസാല ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് അത് അങ്ങോട്ട് കഴിച്ചോളും. പിന്നെ ഒരു ചടങ്ങാണ് ഈ സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ചടങ്ങ്. അപ്പോൾ സ്കൂളിലത്തെ കുട്ടികൾ എന്ന് പറയുന്നത് ഇവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാരണം കൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുക. അപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും അമ്മമാരെ വിളിച്ച് ചോദിക്കും, ശ്രീ അതെങ്ങനെ ഉണ്ടാക്കി, ഇതെങ്ങനെ ഉണ്ടാക്കിയ മോ വന്ന് പറഞ്ഞു അത് നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മിക്കതും ഞാൻ റെസിപ്പികൾ ഷെയർ ചെയ്യാം, ചാനൽ വഴി ഷെയർ ചെയ്യാടാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇതേ നമ്മുടെ ആ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ കൊണ്ട് ഒരു ബജി ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു വെടിക്ക് ഒരു 5-6 പക്ഷികൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ കിച്ചണിലത്തെ പരിപാടികൾ കഴിക്കാറുള്ളത്. നമുക്ക് ചേട്ടന്മാരുണ്ടാവും പണിക്ക്. അപ്പോൾ എപ്പോഴും ഈ കിച്ചണിൽ തന്നെ ഒതുങ്ങി കൂടലൊന്നും നടക്കണ കാര്യമൊന്നുമല്ല. നമുക്ക് വേറെ ഒരുപാട് പരിപാടികളിലേക്ക് ഇങ്ങനെ ചേക്കേറേണ്ടതുണ്ടല്ലോ. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ജീവിതം ഭയങ്കര ഷോർട്ടല്ലേ, നമ്മുടെ ആഗ്രഹം കൂടി പരിഗണിക്കണ്ടേ. അപ്പോൾ എപ്പോഴും കിച്ചണിൽ ഒതുങ്ങി നിൽക്കുന്നതിന് പകരം നമ്മൾ ഇതുപോലെ കുറുക്ക് വഴികളിലൂടെയാണ് ഈ പരിപാടികളൊക്കെ കഴിച്ചു വെക്കുക കേട്ടോ. എന്തെങ്കിലും വെറൈറ്റി വേണം താനും, എന്നാൽ അതെന്നും റിപ്പീറ്റ് ചെയ്യാനും പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലത്തെ ഓരോ വഴികൾ കണ്ടുപിടിക്കും. അപ്പം നമ്മുടെ ഉപ്പേരി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ബജി എന്ന് പറയുന്നത് നമ്മളതിൽ കടലമാവും അരിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ശ്രീകുട്ടന് മാത്രം, അതായത് എരിവൊന്നും ഇടാതെ പച്ചമുളകൊന്നും കടിക്കാത്ത രീതിയിൽ ശ്രീകുട്ടന് മാത്രം അങ്ങനെ ആക്കി വെക്കും. അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു കച്ചപ്പിൻ്റെ സാക്ഷി അങ്ങനെ എന്തെങ്കിലും വെച്ച് അവന് കൊടുത്തു വിടുകയാണ് ചെയ്യുക. ഇത് ചേട്ടന്മാർക്കുള്ളതാണ് കേട്ടോ. കുരുമുളക് പൊടിയും കുഞ്ഞുള്ളിയും അല്ലെങ്കിൽ സവോളയും മുട്ടയും പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് നല്ല ചൊടിക്ക് നമ്മൾ പറയില്ലേ, നല്ല ഒരു എരിവൊക്കെ വേണ്ടേ, അതിൻ്റെ രീതിയിൽ ചേട്ടന്മാർക്ക് 4 മണിക്കും കൂടി ആക്കി വെക്കുക. അപ്പോൾ ഈ കോളിഫ്ലവർ കൊണ്ട് നമ്മളൊന്ന് മൂന്ന് വിഭവങ്ങൾ ഉണ്ടാക്കി കേട്ടോ. അതായത് 3 കാര്യങ്ങൾ നടന്നതിൻ്റെ. ശ്രീകുട്ടൻ്റെ സ്നാക്ക് നടന്നു, അതുപോലെ സ്കൂളിലേക്കുള്ള ഉപ്പേരി കൂട്ടാൻ നടന്നു, 4 മണിക്ക് ചേട്ടന്മാർക്കുള്ള ഈ സംഭവം കൂടി നടന്നു. ഇതിനൊന്ന് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ചേട്ടന്മാർക്ക് 4 മണിക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവർക്കുള്ള ചായക്ക് കടി എന്നുള്ളൊരു രൂപേണ എത്തി. കഞ്ഞിക്ക് ഉപ്പേരിയായി. അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? എന്നും ചെയ്യുന്ന പരിപാടിയാകുമ്പോൾ നമുക്ക് മിക്കതും മടുക്കും. എന്തെല്ലാം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും എന്നും ഈ ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മടുക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ പുതിയ പുതിയ ഡിഷസുകൾ പരീക്ഷണത്തിലേക്ക് എത്തിക്കണം. അപ്പോഴൊക്കെയാണ് നമ്മൾ ഇത്തിരി ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുക. ഇതിപ്പോൾ ഇത്രയും ഇൻട്രസ്റ്റ് ഒന്നും നമുക്ക് തോന്നില്ല. ഇപ്പോൾ നാളികേരം ചമ്മന്തിയാണ് അരയ്ക്കാൻ പോണത്. ഇതിലിപ്പോൾ എന്ത് ഇൻട്രസ്റ്റ് തോന്നാനാണ്? സാധാരണ തന്നെ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് മാങ്ങയൊക്കെ നമ്മൾ മൂവാണ്ട മാങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടൊരു ചമ്മന്തി അരച്ച് വെച്ചു. ഇന്നലെ വൈകുന്നേരം പോയതാണ് നമ്മുടെ വീട്ടിൽ കറണ്ട്. നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ. ഒരു 10-17 പോസ്റ്റാണ് നമ്മുടെ വഴിയിൽ വീണ് കിടക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു 2 ദിവസം പിടിക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്ത ഒരു പരിപാടിയാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്നെ ചിരിക്കും, അല്ലെങ്കിൽ വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണിന് ഭ്രാന്താണ്. ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇത് കൊള്ളാലോ, നല്ല ഐഡിയ ആണല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ശ്രീകുട്ടൻ്റെ യൂണിഫോം തേക്കാണ്ട് നമുക്ക് കൊടുത്തുവിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഈ
അടി ഇത്രയും പരന്നിട്ടുള്ള കുക്കർ ഉണ്ടല്ലോടാ, അത് ഞാൻ ദാ അതുപോലെ നമ്മുടെ ഈ ഹോബിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ചൂടാവുമ്പോൾ വലിയൊരു കുഷ്യൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ തേച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ കുക്കറോ മറ്റേ തേപ്പ് പെട്ടികൊണ്ട് തേക്കില്ലേ അതേ ഫിനിഷിൽ കിട്ടും കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ് നമ്മുടെ കിച്ചണിൽ നിന്ന് കേട്ടോ. കാരണം തേക്കാണ്ട് ആളിട്ടിട്ട് പോവില്ല, അത് തേച്ചില്ലെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടോ. തലേദിവസം തേച്ച് വെക്കാറുണ്ട് നമ്മൾ ഒരെണ്ണമൊക്കെ, യൂണിഫോമൊക്കെ. അല്ലെങ്കിൽ പിന്നെ കറണ്ട് ഒന്നും പോവാറില്ല. ഇവിടെ ഇൻവെർട്ടർ കുത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ചാർജ് അങ്ങോട്ട് കഥം കഴിയും. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു പരിപാടി ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് തേച്ചെടുക്കാൻ പറ്റും. ഇത്തിരി വെള്ളം തെളിക്കുകയാണെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ബോക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അമ്പഴങ്ങ നമ്മൾ കുറച്ച് ദിവസം മുന്നേ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇതിലേക്ക് പോകും. അപ്പോൾ ഞാൻ കുറേ എണ്ണം വെച്ച് കൊടുത്താലും നമുക്ക് കുറേ ദിവസത്തേക്ക് കഴിക്കാൻ പറ്റില്ല. ഇതങ്ങനെ കടിച്ചു പൂട്ടല്ലോ വേണ്ടോ. ആകെ 2 വെറ്റ് ചോറ് അതിലിടുള്ളൂ. പിന്നെ അച്ചാറും ഒക്കെ ആയിട്ട് ഇതാ നമ്മുടെ ടിഫിൻ ബോക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിങ്ങനെ കെട്ടുമ്പോഴേ പതുക്കെ നമ്മളൊരു തള്ള വൈബിലേക്ക് പോകും, ഒരു അമ്മ വൈബിലേക്ക് പോകും. പതുക്കെ നമ്മളെവിടേക്ക് വലുതായി എന്നുള്ളൊരു തോന്നൽ തോന്നും. കുറച്ച് പാല്, പിന്നെ ഇന്നലത്തെ ചിക്കൻ വറുത്തതിൻ്റെ ഒരു കഷ്ണം, പിന്നെ നമ്മുടെ ഉപ്പേരിയൊക്കെ കൂട്ടി ശ്രീകുട്ടനെ കുറച്ച് ചോറ്. അപ്പോഴേക്കും ഭാഗ്യൻ ഇതാ ഇതുപോലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആളിന് രാമായണമൊക്കെ വായിക്കും. ഇപ്പോൾ രാമായണ മാസമല്ലേ, അത് കാരണം കൊണ്ട് അങ്ങനെയൊക്കെ വായിക്കും. ഞാൻ ചെറുപ്പത്തിൽ ചോറ് വാരി കൊടുക്കുമ്പോൾ ചേച്ചിമാർ പറയാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ചിലർ പിന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാറുണ്ട് ശ്രീ വാരി കൊടുക്കല്ലേ സ്കൂളിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേന്ന്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനാണ് ശ്രീകുട്ടന് ഭക്ഷണം വാരി കൊടുക്കുക. അപ്പോൾ അതൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. വലുതായവർ ഇതിനൊന്നും സംഭവിക്കില്ല. അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ പ്രയോഗിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ചേച്ചിമാർ വീണ്ടും എന്നോട് പറയും അതൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യൂ ശ്രീ എന്ന് പറയും. അപ്പോൾ ഈ കമൻറ്റ് ബോക്സ് ഉണ്ടല്ലോ, ഈ കമൻറ്റ് ബോക്സ് നമ്മുടെ കൊമൻറ്റ് ബോക്സ് അത് നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ട് എടുത്തു വെച്ചാ കാണുന്നില്ല, ആകെ കൂടി ഇഷ്ടാ. അപ്പോൾ ഇന്ന് ഭാഗ്യന് ശ്രീകുട്ടനും വിബിയുടെ കൂടെ മരോട്ടിച്ചാൽ വരെ ഓട്ടോയിലാണ് പോണത്. ഈ ഒരു നിമിഷം തൊട്ട് ഞങ്ങൾ അമ്മമാർ എല്ലാവരും വീട്ടിൽ ഒറ്റയ്ക്കാവുന്ന നിമിഷമാണ്. ഇപ്പോൾ ഭർത്താക്കന്മാരും ഭാര്യമാരും ഭർത്താവും ഭാര്യയും മക്കളുള്ള വീടാണെന്നുണ്ടെങ്കിൽ മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഏകാന്തതയുടെ ഭാരതീരങ്ങൾ തഴുകും. പിന്നെ അച്ഛനമ്മയൊക്കെ വീട്ടിലുണ്ടാവണം ഒരാട്ടാനൊക്കെ വരണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, പതുക്കെ പുറത്തേക്ക് ഇറങ്ങും. പിന്നെ ഞങ്ങളുടേതായ ലോകത്ത് ഞങ്ങൾ അങ്ങോട്ട് വിചാരിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് ചെടികൾ പറിക്കാനും അടിച്ചു വാരാനും ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടന്മാർ പണിക്ക് വരിക 8 മണിക്കാണ് കേട്ടോ. ഒരു 7:45 അവരെത്തും. ശ്രീകുട്ടൻ ഒരു 6:55 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങും. അങ്ങനെയാണ് നമ്മുടെ റൂട്ടീൻ. അപ്പം എൻ്റെ കൂടെ 2 ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഈ ആദ്യത്തെ പ്രസവത്തിലത്തെ കുഞ്ഞാണ് അവനെ. അപ്പോൾ അവനോട് എപ്പോഴും മണിക്ക് ഭയങ്കര ഒരു പ്രത്യേക സ്നേഹമാണ്. ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ പാലൊക്കെ കുടിക്കുന്നത് അവനാണ്. അത് കാരണം കൊണ്ട് മിക്കതും കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകാറാണ് പതിവ്. ഇപ്പം എന്തായി, ഇവർ 2 ആളാണ് എൻ്റെ സന്തത സഹചാരികൾ. അപ്പോഴേക്കും ചേട്ടന്മാർ വന്നു. ഇന്ന് പറമ്പിൽ മരുന്ന് തെളിയും മറ്റേ നമ്മുടെ ചാണകവും അതൊക്കെ കലക്കി ഒഴിച്ചിട്ടുള്ള പരിപാടിയൊക്കെയാണ്, മരുന്നൊക്കെ അടിക്കുന്ന പരിപാടികളൊക്കെയാണ്. അങ്ങനെ അത് ഗംഭീര മഴ. മഴ നല്ല ഇടിയോടുകൂടി പെയ്തപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ അവിടെ കൂണ് മുളച്ചിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ ഞാൻ പോയി നോക്കി കൂണിന് വേണ്ടിയിട്ട്. അപ്പോൾ നിറച്ച് മുളച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് നിങ്ങൾക്ക് പറിക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടി അകത്തേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ രമേശ് ചേട്ടാ അത് മുഴുവൻ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ മുട്ട് കൂണായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് വിരിയുമ്പോഴും നല്ലതാണ്, ഇങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് വിരിയാൻ നിർത്തിയില്ല, അങ്ങനെ തന്നെ പറിച്ചു. എന്നാലേ നമുക്കൊരു തോരനിലേക്ക് തികയുള്ളൂ, നമുക്ക് എല്ലാവർക്കും കഴിക്കണ്ടേ. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഫാമിലിയിലത്തെ ഒരു ചേച്ചി പറഞ്ഞായിരുന്നു ശ്രീ വീടിൻ്റെ മുറ്റത്ത് ഓണാകുമ്പോഴേക്കും ഒരു ചെട്ടുമല്ലിത്തോട്ടം ഉണ്ടാക്കിക്കോളോടാന്ന്. അപ്പം ഞാൻ ചെട്ടുമല്ലിത്തോട്ടം ഉണ്ടാക്കാനായിട്ട് ചേട്ടന്മാരെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ തോട്ടം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ പിന്നാലെ വരും. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന കൂണുണ്ടല്ലോ, അത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നിറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ പറയാതെ തന്നെ അറിയാം, കൂടുതൽ വിവരമൊന്നും വേണ്ട, ഇതിനൊരു അപാര ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയുക, ഒരു നോൺ വെജ് ഐറ്റം ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ കൂണെന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ മക്കളെ, ഇത് നമ്മുടെ വീടിൻ്റെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ഈ സംഭവത്തിനുണ്ടല്ലോ ഒട്ടുക്കത്തെ ടേസ്റ്റാണ്. കൂണ്
വെക്കുന്നതും ഇളയമയാണ് എന്നെ പഠിപ്പിച്ചു തന്നത് കേട്ടോ. നല്ല ടേസ്റ്റിൽ വെക്കും. ഇത്രയ്ക്ക് കൂണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു വഴുവഴുപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതിന്. അപ്പം അത് കാരണം ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മുകളിലത്തെ പാട കളഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഈ പാട കണ്ട ഈ ഒരു പാടയാണ് നമുക്ക് കളയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. അങ്ങനെ നമ്മളത് മുഴുവൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കൂണാണ് എനിക്ക് തോന്നുന്നു ഭാഗ്യന് ഏറ്റവും ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ ഭാഗ്യന് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഈ കൂണാന്ന് തോന്നുന്നു. ഭാഗ്യം പറയും ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഈ വീടിൻ്റെ പറമ്പുകളിൽ നമുക്ക് കശുമാവും തോട്ടം ഉണ്ടായിരുന്നു. അത്ര ആ കശുമാവും തോട്ടത്തിലൊക്കെ ഒരു കൂണൊക്കെ കിട്ടിയാലും അച്ഛൻ അതുകൊണ്ട് ഏട്ടൻ്റെ അച്ഛൻ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും തോരനോ സംഭവങ്ങളോ ഒക്കെ ഉണ്ടാക്കുമെന്ന്. അതുപോലെ അച്ഛൻ്റെ കുറേ കുരുട്ടുപണികളും കുരുട്ടുവിദ്യകളൊക്കെ ഭാഗ്യം ഇങ്ങനെ കഴിക്കുമ്പോൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. ബ്രാലിങ്ങനെ നൈസായിട്ട് വറുത്തിട്ട് കുരുമുളക് ഉപ്പും മാത്രം ഇട്ട് വറുത്തിട്ട് കുപ്പിയിലാക്കി വെക്കുന്ന കാര്യങ്ങളും ഒക്കെ പറയും. അങ്ങനെ നമ്മളിതാ കുഞ്ഞുള്ളിയും അതുപോലെ പച്ചമുളകും ഒരു സവാളയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചോപ്പർ കൂട്ടനിൽ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ കുഞ്ഞുള്ളിയാണ് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ക്വാണ്ടിറ്റി വേണ്ട കാരണം കൊണ്ടാണ് കേട്ടോ ഞാനത് സവാളയും കൂടി ഇട്ടിട്ട് ഈ സവാള ഈ ഉള്ളിലേക്ക് ഉണ്ടല്ലോ നന്നായിട്ട് മുരിയണം. നല്ല ഇങ്ങനെ ഗോൾഡൻ ആയിട്ടുള്ളൊരു കളർ ഉണ്ടല്ലോ അതിങ്ങനെ വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. ഇത് മണ്ണിൽ പറിക്കുന്നതായ കാരണം. എന്നിട്ട് പിന്നെ കുറച്ച് ഗരം മസാലയും കാശ്മീരി ചില്ലിയും കുരുമുളകും ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മുടെ ഈ കൂണും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒന്നും കാണാനില്ല അല്ലേ, ഈ പെണ്ണ് എന്ത് കാണിച്ചിട്ട് ക്യാമറ വയ്ക്കണേന്ന് ഞാനെപ്പോഴാണ് ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മളിത് ആ കൂണൊക്കെ അതിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടിയിട്ടുണ്ട്. ഇനി ഈ കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ ആ വെള്ളം വറ്റണം. അപ്പോഴാണ് നമുക്കിത് ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുക. നല്ല രസം കഴിക്കാൻ വേണ്ടിയിട്ട്. ആ കുഞ്ഞുള്ളിയുടെ മണമൊക്കെ വരുമ്പോഴേ ചെറുതായിട്ട് വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ. ഇതിനൊപ്പം പിടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഡിഷേ ഇല്ല കേട്ടോ. ഇപ്പം നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന കൂണായാലും ഇതിൻ്റെ അത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നും വരില്ല. ഇതിനെന്തോ ഒരു മണ്ണിൻ്റെ മണം നമുക്ക് മണ്ണിൽ നിന്ന് മാത്രമല്ലേ കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഏതൊരു ഫുഡിൻ്റെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് കുറച്ച് നൊസ്റ്റാൾജിക് ആണ്. പിന്നെ ഞാൻ കൂടുതൽ ബിൽഡപ്പ് കൊടുക്കുന്നില്ല, എല്ലാവർക്കും അവൈലബിൾ അല്ലാത്ത കാരണം കൊണ്ട് നമുക്കത് കിട്ടിയപ്പോൾ ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇടുക്കി അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കൊഴുവ നമുക്ക് വറക്കാമെന്ന് വിചാരിച്ചു. കൊഴുവ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നാളത്തെ ശ്രീകുട്ടൻ്റെ കാലത്തെ ഫുഡിലേക്ക് പോവാട്ടോ. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറ്റപ്പണികളൊക്കെ ചെയ്ത് ടിഫിൻ ബോക്സ് ആക്കി വെക്കും. ചിലപ്പോൾ കുറച്ച് അടയോ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് 2 നേരമായിട്ട് ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കുകയൊക്കെയാണ് പതിവ്. എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ അങ്ങനെ വിഭവസമൃദ്ധമായ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഷൂട്ടുള്ള ദിവസമാണെങ്കിൽ ഭയങ്കര കുശാലാണ് വീട്ടിൽ. ഒരുപാട് വിഭവങ്ങളും ഉണ്ടാവും. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ ദാരിദ്ര്യം പിടിക്കും എന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊഴുവ നന്നായിട്ട് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കൊഴുവൊക്കെ വറുത്തുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല ചടപടയെന്ന് കഴിയുകയും ചെയ്യും. ഇതാണെങ്കിൽ കൊടുക്കത്ത പണിയാണ്. ഇതിങ്ങനെ നുള്ളി പറിച്ച് നിൽക്കണ്ടേ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. പരിപാടികളൊക്കെ കഴിഞ്ഞതാ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട നേരം കേട്ടോ. ഞാനൊരു 10 മണിയൊക്കെ ആവും എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ. കാലത്ത് തന്നെ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കും. ചിലപ്പോൾ 2-3 എയറോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് കഴിക്കും. അങ്ങനെ തള്ളി നീക്കി പിന്നെ നമ്മൾ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നേരം കേട്ടോ. ചില ദിവസങ്ങളിൽ നല്ല വിശപ്പ് വരും. 6 മണിക്കൊക്കെ ഡിന്നർ കഴിച്ച് കിടക്കുന്ന സമയങ്ങളിൽ കാലത്ത് എണീക്കുമ്പോഴേ. അപ്പോൾ ഇതുപോലെ കാലത്ത് തന്നെ എണീറ്റ് നമ്മുടെ പ്രോട്ടീൻ പൗഡർ ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പ്രോട്ടീൻ പൗഡർ, അത് നമ്മുടെ പാലിലൊന്ന് കലക്കി കുറച്ച് ഉപ്പിട്ടിട്ട് കഴിക്കും. പഞ്ചസാര വളരെ കുറവാണ്. പിന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്കും കഴിക്കും. അപ്പോൾ എന്തായാലും കറണ്ട് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഹെയർ കെയർ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാമല്ലോ. എന്തായാലും കറണ്ട് ഇല്ലാണ്ടിരിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ കുളിച്ച് ഒന്ന് നടക്കാനൊക്കെ പോവാമെന്ന് വിചാരിച്ചു. പ്രാക്ടീസ് ചെയ്യാനുണ്ട് ഡാൻസിൻ്റെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ വിശർക്കുന്നൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് കുളിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനാണ് ഇഷ്ടം. മാറി വരുന്ന ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ മുടിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ. നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവും. ചില സമയങ്ങളിൽ താരൻ, ഡാൻഡ്രഫ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇതുപോലെ ബേബി ഹെയർ ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് മുടി പൊട്ടി പോവാണെന്നാണ്. പിന്നെയാണ് മനസ്സിലായത് നമ്മുടെ പുതിയ ഹെയർ കെയർ തുടങ്ങിയപ്പോൾ ഇതൊക്കെ വളർന്നു വരുന്നതാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ട് നമ്മുടെ പുതിയ ഹെയർ കെയർ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ 2 പ്രോഡക്റ്റും അതുപോലെ തന്നെ 2 എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്രയും വലിയ മാറ്റം നമ്മുടെ മുടിയിൽ വരുത്തിയിട്ടുള്ളത് കേട്ടോ. അറാട്ട എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സിറം
ഷാംപൂ, അതുപോലെ തന്നെ 2 എക്യുപ്മെന്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ്. ഇത് നമ്മൾ വൈകുന്നേരമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു സിറാണ്, ഇതൊരു മാജിക്കൽ സിറാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യക്കാരുടെ മുടിക്കൊക്കെ ചേരുന്ന രീതിയിലാണ് കേട്ടോ നമ്മുടെ സിറവും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് വരുന്ന ഷാംപൂ. അതുപോലെ തന്നെ ഭയങ്കര സ്മെല്ല്, ലൈറ്റ് സ്മെല്ലായിട്ട് വരുന്ന ഒരു ഇച്ചിരി പ്രൊഡക്റ്റ് എടുത്താൽ തന്നെ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അവരതിൻ്റെ ഫോർമുല ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നല്ല മണാടാ, എന്തൊരു നല്ല മണാന്നറിയോ, ഭയങ്കര ഒരു നാച്ചുറൽ സ്മെല്ലില്ലേ, അങ്ങനെയാണ് വരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഡെർമാ റോളർ. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, ഉപയോഗിക്കാൻ ചില പേടിയുണ്ടാവും, കുഞ്ഞു കുഞ്ഞു നീഡിൽ പോലെയുള്ള ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട്. പക്ഷെ ഭയങ്കര സുഖമാണ് ഇതുകൊണ്ട് നമ്മുടെ തലയൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വേറൊരു എക്യുപ്മെന്റ്. പിന്നെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു സ്കാൽപ്പ് മസാജറും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഡിസിൻഫെക്റ്റന്റ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു സ്കാൽപ്പ് മസാജർ കിട്ടുന്നത്. ഇത് നമുക്ക് ഓയിൽ ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്ക് സിറം തേച്ച് കഴിഞ്ഞിട്ടോ ഒക്കെ നന്നായിട്ട് മുടി നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക മസാജ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഫ്രജൈൽ ആയിട്ടുള്ള ഒരു സിലിക്കൺ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് 4 പ്രൊഡക്റ്റുകൾ നമുക്ക് വരുന്നത്. സിറവും അതുപോലെ തന്നെ റേട്ടയുടെ തന്നെ നമ്മുടെ ആ ഷാമ്പും കൂടി മേടിക്കുമ്പോൾ 1048 രൂപ വരുന്ന ഈ 2 പ്രൊഡക്റ്റ് ഉണ്ടല്ലോ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അവരൊരു ടാഗ് ലൈൻ തന്നെ ബ്യൂട്ടിഫുൾ ഹെയർ മെയ്ഡ് ഈസി എന്നാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ കണ്ട ബ്യൂട്ടിഫുൾ ഹെയർ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. ഭയങ്കര റിസൾട്ട് തന്നത് ഈ സിറാണ് കേട്ടോ. ആക്ച്വലി ഇത് നമ്മുടെ ഇന്ത്യൻ മുടിയുടെ ഫോർമുല ഉണ്ടല്ലോ അതിനനുസരിച്ചിട്ടാണ് ഇത് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ലടാ ഇതിൽ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയതുകൊണ്ടും ക്രൂവൽറ്റി ഫ്രീ ആയതുകൊണ്ടും വീഗൺ ആയതുകൊണ്ടും മാത്രമല്ല ഒരു ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ക്ലെയിം ചെയ്യുന്നുണ്ട് കേട്ടോ. 100% റിസൾട്ട് നമുക്ക് ക്ലെയിം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഡെർമാ റോളർ എന്ന് പറയുന്നത്. 0.5 mm ടൈറ്റാനിയം മൈക്രോ നീഡിൽസ് ആണ്. പിന്നെ ആൻറ്റി സ്ലിപ്പറി ഗ്രിപ്പ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പിന്നെ ഓക്സിജൻ സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ വീണ്ടും മുടി വളരുള്ളൂ കേട്ടോ. നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യേണ്ടത് ഉറങ്ങാൻ പോകുന്നതിനേക്കാളും മുന്നാണ് കേട്ടോ. എപ്പോഴാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത് അപ്പോഴാണ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഡെർമാ റോളറുമേയാണ് തുടങ്ങേണ്ടത് കേട്ടോ. ഏതെങ്കിലും ഒരു ഡിസിൻഫെക്റ്റന്റ് എടുത്തിട്ട് നമ്മൾ എന്ന് യൂസ് ചെയ്യുന്നതല്ല, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഡിസിൻഫെക്റ്റന്റ് ചെയ്യുക, ഒന്നതിനെ സ്റ്റെറിലൈസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മുടിയുള്ള സ്ഥലങ്ങളിൽ 4 വട്ടം അതുപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡെർമാ റോളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് 1 ml നമ്മുടെ ഈ സെറം മൊത്തം സ്കാൽപ്പിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 3% റെഡൻസിലും 3% പ്രൊക്കാപ്പിലും 5% കൊപെക്സിലും ആണ് കേട്ടോ. ചില പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മുടി കൊഴിച്ചിലുണ്ടാവും. അങ്ങനെ ഇവിടെ ഒരു പ്രശ്നമേ ഇല്ല. നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിർത്തിയാലും നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്താലും നമുക്ക് ഒരു സൈഡ് ഇഫക്റ്റോ അലർജീസോ ഒന്നും ഉണ്ടാവാൻ പോണില്ല കേട്ടോ. മാത്രമല്ല 30 ദിവസത്തിനുള്ളിൽ തന്നെ ബേബി ഹെയർസ് വന്നു തുടങ്ങുന്ന ഒരു ഉറപ്പ് തരുന്നുണ്ട് നമുക്ക്. ഞാൻ കാണിച്ചു തന്നതല്ലേ നിങ്ങളെ ഓൾറെഡി. ഒരു 90 ദിവസം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയൊക്കെ നല്ല തിക്കായിട്ട് വളരുന്നതാണ് പറയണത് കേട്ടോ. പ്രത്യേകം പറയണോ, നമ്മൾ ഈ സിറം തേച്ചിട്ട് വൈകുന്നേരം കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് എടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം ഞാൻ ആ ഷാമ്പു ഇട്ടിട്ടാണ് കുളിക്കാറുള്ളത്. ഇപ്പം മുഖത്തൊന്നും നന്നായിട്ട് ആ ഒരു പാടൊക്കെ പോകാൻ വേണ്ടിയിട്ടേ കുറച്ച് രക്തചന്ദനമൊക്കെ എടുത്ത് മുഖത്ത് തേച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷാമ്പു എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകി കളയാം. പിറ്റേ ദിവസം കാലത്ത് എണീറ്റിട്ട് ഷാമ്പു ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകി കളയാണ് ചെയ്യേണ്ടത്. ഇനി ഷാമ്പു ഒക്കെ പിടിക്കാനും അതല്ലെങ്കിൽ നമ്മുടെ സിറം തേച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഫ്രജൈൽ ആയിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടില്ലേ നല്ല സുഖമാണ് കേട്ടോ. ഇതിങ്ങനെ തലയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ സ്കാൽപ്പ് റോളർ ഇങ്ങനെ പോകുമ്പോൾ അടിപൊളിയാണ് ആ മസാജർ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അഴുക്കൊക്കെ പോയി നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ഹെയർ. 6 മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ബയോട്ടീൻ, പ്രോട്ടീൻ, വിറ്റാമിൻ എ, B12, C, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ ഇതൊക്കെ ഇതിലുണ്ട് കേട്ടോ. 100% വീഗൺ ആണ്. പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. കുറേ കസ്റ്റമേഴ്സ് പോസിറ്റീവ് ഫീഡ്ബാക്ക് തരുന്നുണ്ട്. നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും സ്മൂത്ത് തന്നെ അങ്ങ് ആക്കാൻ വേണ്ടിയിട്ടും നല്ല തിക്കായിട്ട് ഫീൽ ചെയ്യും നമുക്ക് ഒരു വാഷ് കൊണ്ട് തന്നെ. അത് കാരണം അടിപൊളിയാണ്, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഷാമ്പു ആണ് കേട്ടോ. ഈ സ്കാൽപ്പ് മസാജർ ഉണ്ടല്ലോ നമ്മുടെ ഫോളിക്കിൾസിനൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിലത്തെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. 1048 രൂപ വില വരുന്ന ഡെർമാ റോളറും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കാൽപ്പ് മസാജറും ഉണ്ടല്ലോ അത് നമുക്കിത് ഫ്രീ ആയിട്ട് ഒരു കോംബോ ആയിട്ടാണ് കിട്ടുന്നത്. മാത്രമല്ല ഈ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് 250 റുപ്പീസ് ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എനിക്ക് വിളിച്ചു. മഴയായ കാരണം കൊണ്ട് ഞാൻ പോകണ്ടെന്ന് തീരുമാനിച്ചു ക്ലാസ്സിലേക്ക്. ഡാൻസ് ക്ലാസ് നമുക്ക് ഓൺലൈൻ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് കുച്ചിപ്പുടി ക്ലാസ്സാണ് കേട്ടോ. സൗമ്യ മേഡാണ് ഇന്ന് എടുക്കണം.
അടിപൊളി ടീച്ചറാണ്. ടീച്ചർമാരായ അങ്ങനെ വേണം. ഇനിയിപ്പോൾ നമ്മൾ വലിയ സ്റ്റുഡൻസ് ആയ കാരണം കൊണ്ടാണോ എന്നറിയില്ല, നമ്മളങ്ങനെ ഒരു ടീച്ചറെ അടുത്ത് നമുക്ക് ഭയങ്കര റെസ്പെക്റ്റും തോന്നും. എന്നാൽ ടീച്ചർ നമ്മളുടെ ആരൊക്കെയാണെന്ന് തോന്നും പഠിപ്പിക്കുമ്പോൾ. ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് ടീച്ചർമാരെ പഠിപ്പിക്കാൻ. പണ്ടത്തെ ടീച്ചർമാരെ പോലെയൊന്നുമല്ല കളിക്കുന്ന കുട്ടികളെ മാത്രം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഞാനൊക്കെ കുറേ നാൾ കഴിഞ്ഞിട്ടല്ലേ ഡാൻസ് പഠിക്കാൻ പോണേ. അപ്പം ഉണ്ടല്ലോടാ മുട്ട് കാല് ഭയങ്കര വേദന. മുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മടക്കാൻ പറ്റാത്ത പോലെ വേദന. ഈ 2 ഷോൾഡർ ഭയങ്കര വേദന. അപ്പം ഭാഗ്യം പറയണമെങ്കിൽ ഇങ്ങനെ മൊബൈൽ നോക്കിയിട്ടും എഡിറ്റ് ചെയ്തിട്ടായിരിക്കും അങ്ങനെ വേദന വരുന്നത്. ഇത് രണ്ടും നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. മൊബൈൽ നോക്കും വേണം, എഡിറ്റ് ചെയ്യും വേണം. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച ഡാൻസിന് പോകണ കാരണം ഉണ്ടാവുന്നത് കൈ ഇങ്ങനെയൊക്കെ പോണത് കുറേ നാളുകൾക്ക് ശേഷമല്ലേ. അപ്പം നമുക്ക് ചെയ്യാത്ത പരിപാടി ചെയ്യുമ്പോൾ മസിൽ പ്രഷർ എന്തായാലും വരും. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് മാറാണ്ടായപ്പോൾ ഞാനിങ്ങനെ മാഷോടൊക്കെ സംസാരിച്ചപ്പോൾ RLV സാറ്, നമ്മുടെ രാമകൃഷ്ണൻ സാറാണ് മോഹിനിയാട്ടം ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു അത് ഗ്രാജുവലി ശരിയായിക്കോളും, 2-3 മണിക്കൂറൊക്കെ നിർത്താണ്ട് നിന്ന് കളിക്കും മോഹിനിയാട്ടം ക്ലാസ്സൊക്കെ. സാറൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇത്ര ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കണ സാറുമാർ. ഗുരുക്കന്മാരെപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ദി ബെസ്റ്റ് എന്ന് പറയില്ലേ, അത് കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിക്കുന്ന മാഷുമാരല്ല കേട്ടോ. നമ്മുടെ സുദർശനൻ സാറാണ് ഭരതനാട്യം എടുക്കുന്നത്. ഇപ്പോൾ വേറൊരു മാഷാണ് എടുക്കുന്നത്, സനീഷ് എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും നല്ല ബേസ് അടിപൊളിയായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചെന്ന് അടിപൊളിയാണ് മാഷുമാരൊക്കെ. അപ്പം ഞാൻ പതുക്കെ ഡാൻസ് കളിക്കുമ്പോഴേ നമ്മൾ വേറൊരു രൂപത്തിലേക്ക് ഇത്തിരി ചമയണം. എന്നാലാണ് നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ പോകുമ്പോഴുള്ള കണ്ണൊക്കെ എഴുതണം. അങ്ങനെയാണ്. ഇവിടെ കറണ്ട് ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ പരിപാടിയൊക്കെ നമ്മുടെ റൂമിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. കണ്ടോ, സൂക്ഷിച്ചും കണ്ണു കടുകൊക്കെ പൊട്ടിച്ചോളോട്ടാ, അല്ലെങ്കിൽ ഈ പോലത്തെ കടപ്പാടുകൾ നമ്മുടെ മുഖത്ത് വരും. മറ്റേ ഇടിവെട്ട് കൊണ്ടുവന്ന തലയിൽ പാമ്പ് പിടിച്ചെന്ന് പറഞ്ഞ പോലെ ഇവിടെ വലിയൊരു കുരു. അത് നമ്മുടെ പീരീഡ്സിൻ്റെ സമയമായിട്ട് വരുന്നതാണ്. ഇതെന്താ പറ്റാത്ത ആയിട്ട് നമ്മുടെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലത്തെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വേണ്ട വണ്ടീനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്. ഇപ്പോഴേക്കും മുടിയൊക്കെ ഓണം കൂടാ. ഞാൻ അയക്കുന്നത് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഞാനിത് കാണിച്ചാൽ കുറച്ച് അധികം സാധനങ്ങൾ നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ കുറേ നാളായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങളോട് മുടിയൊക്കെ ഉണങ്ങുന്ന വരെ കുറച്ച് നേരം ഇരുന്ന് നമ്മുടെ നൈക്കിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചു. എൻ്റെ ഈ വളവള ശബ്ദം കേൾക്കാൻ ഇഷ്ടമുള്ള ചേച്ചിമാരും എൻ്റെ വളവളപ്പം കേൾക്കാനുള്ള ഇഷ്ടമുള്ളവരാണ് കൂടുതലും നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അത് കേട്ട് നമുക്കിങ്ങനെ ചിറ്റാറ്റ് വീഡിയോ പോലെ എൻ്റെ വായിൽ തോന്നുന്നതൊക്കെ കോതക്കി പാട്ടെന്നുള്ള രീതിയിൽ പറഞ്ഞൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ മൈക്ക് കണ്ട ഭയങ്കര വൃത്തികെട്ട ശബ്ദം ഉണ്ടാക്കണത്. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു വോയിസ് ഓവർ തന്നെ കൊടുക്കാമെന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ നയിക്കുന്ന ഇതായി സെയിൽ നടക്കുന്ന സമയമാണല്ലോ, ഇന്നും കൂടി ഉള്ളൂ തോന്നുന്നു സെയിൽ. അപ്പോൾ മേടിച്ചതാണ് കുറേ സംഭവങ്ങൾ. പൊതുവേ ബോഡി മിസ്റ്റും ഡിയോഡ്രൻറ്റുകളൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ, കാരണം തലവേദന എടുക്കും. പക്ഷേ ഇത് ഭയങ്കര സ്മെല്ലാണ്, 24 hours നിൽക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹൈപ്പ് തന്നിട്ട് കാട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കുറേ സാധനങ്ങളാണ്. പക്ഷേ ഇത് അത്ര നേരമൊന്നും നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഫ്രാഗ്രൻസ് അടിപൊളിയാണ്. അപ്പോൾ ഭയങ്കര വിലയാണ് ഇതിനൊക്കെ. 3000 രൂപയ്ക്കാണ് ഇതിൻ്റെ ഒക്കെ ഒറിജിനൽ പ്രൈസ് ഇതുമ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. വിക്ടോറിയ സീക്രട്ടിൻ്റെ അക്വാകിസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മളൊരു ബീച്ചിൽ പോയ ഫീലാണ് നമുക്ക് ഇതുകൊണ്ട് കിട്ടുക. അതായത് നമ്മുടെ നാട്ടിലത്തെ ബീച്ചിലത്തെ ചെളിഞ്ഞ മണമല്ല, ഒരു വേറൊരു ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേക മണം കിട്ടും. പിന്നെ ഒരു ഫ്രൂട്ടി സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഒരു ഫ്ലോറൽ സ്മെല്ലും. അങ്ങനെ 3 മേടിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അവനെ കുഞ്ഞിനെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത്. കുഞ്ഞിന് അത്യാവശ്യം നല്ല സ്മെല്ല് വരും. നമ്മുടെ എല്ലാവർക്കും വിശർപ്പിൻ്റെ സ്മെല്ല് വരില്ലല്ലോ. നമുക്കിപ്പോൾ ചിലർക്കൊക്കെ വിശർപ്പിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും, രൂക്ഷമായിരിക്കും. അങ്ങനെ ചെയ്യുന്നവർക്ക് ആല യൂസ് ചെയ്താൽ മതി അത്രേ. നമ്മുടെ അണ്ടർ ആംസിൽ ആലം സ്ക്രബ് ചെയ്താൽ മതി എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ നമുക്ക് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുകൂടെ പോകുമ്പോൾ നല്ല മണം വരണം, അതാണ് നമ്മുടെ ഇൻറ്റൻഷൻ. നമുക്ക് വിശർപ്പ് നാറ്റമൊന്നുമില്ല, പക്ഷെ അടുത്തുകൂടെ അങ്ങനെ ഒരാൾ പോകുമ്പോൾ അയാൾ പോയപ്പോൾ ഭയങ്കര നല്ല സ്മെല്ല് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീലിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 3 മേടിച്ചത് കേട്ടോ. ഇതിന് 700 രൂപ 699 രൂപയൊക്കെ ആയിട്ടുണ്ട് പെർ ഇതിന്. അപ്പം ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ മാസം ശമ്പളം കിട്ടുമ്പോൾ ഒരു കുറച്ച് തുക നമ്മുടെ സന്തോഷത്തിനായിട്ട് മാറ്റി വയ്ക്കില്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യത്തെ നൈക്കിയിൽ സെയിൽ വന്നപ്പോൾ കാട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ മേടിച്ചെന്ന് മാത്രം. ഇതൊന്നും നിർബന്ധമുള്ളതല്ല
അല്ല കേട്ടാ. ഞാൻ പിന്നെ എന്തൊരു അണ്ടലും അടങ്ങോടനെയും മേടിച്ചാലും നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കാരണം കൊണ്ട് ഞാനതിപ്പോൾ അവിടെ ഇരുന്ന് കാണിച്ചതെന്ന് മാത്രം. പിന്നെ കണ്ടില്ലല്ലോ, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് പിയേഴ്സിൻ്റെ നമ്മുടെ ഈ ബോഡി ഷവർ ജെല്ലി ഉണ്ടല്ലോ, അത് മേടിച്ചു. അതൊക്കെ നല്ല 60% ഓഫറിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വളരെ വില കുറവിൽ കിട്ടി. 500 രൂപയുടെ സാധനം 300 രൂപയ്ക്കൊക്കെ കിട്ടി. അപ്പോൾ ഭാഗ്യന് എന്തിട്ടാണെന്നറിയോ ഈ വളവളാന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഭാഗ്യന് ശ്രീകുട്ടന് ഇതിങ്ങനെ ഒരു കൈക്കുമ്പിട് മുഴുവൻ എടുക്കും, എന്നിട്ടാണ് അവരവർ കുളിക്കുക. അതാണ് ഈ വിശേഷങ്ങൾ പറയുന്നത്. എന്തൊരു എക്സ്പ്രഷനല്ലേ മുഖത്ത്, ഓവറാണ് എന്ന് എനിക്കും തോന്നാറുണ്ട്. ഞാൻ പലപ്പോഴും ഓവറാന്ന്, പക്ഷെ അത് നാച്ചുറലായിട്ട് വന്നു പോകുന്നതാണ്, നമുക്കത് മാറ്റാനേ പറ്റില്ല. ചിലവർക്ക് കാണുന്നവർക്ക് തോന്നും അയ്യോ ഇവളെന്തോ ഓവറാന്ന്, പക്ഷെ നമ്മളത് മാറ്റാൻ ശ്രമിച്ചാൽ നമ്മളല്ലാണ്ടാവും എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മൾ ബോഡി ഷോപ്പിൻ്റെയാണ് കുറച്ചെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റാഗ്രാം തുറന്ന ബോഡി ഷോപ്പിൻ്റെ ഈ മിനിസ്റ്റുകളെ കുറിച്ചുള്ള എന്താ പറയുക, വായ തോരാതെയുള്ള പറച്ചിലുകളാണ്. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ കുറച്ച് മിസ്റ്റുകൾ മേടിക്കാം. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ബോഡി ക്രീമാണ്. നമ്മൾ ചന്ദനം വാരി തേക്കില്ലേ, ആ ഒരു ഫീലാണ്. ഒരു അമ്പലത്തിൽ പോയ ഫീൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ. അത് ഒരു പ്രത്യേക ഇതാണ്. അതാണെങ്കിൽ ഭാഗ്യനെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഭാഗ്യന് അത് വേണമെന്ന് പറഞ്ഞിട്ട്. ഭയങ്കര സ്മെല്ലാണ് അത്, ചന്ദനത്തിൻ്റെ പോലത്തെ ഒരു മണമാണ് അതിന് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ ഒരു 5-6 മണിക്കൂറൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകുന്ന കാരണം കൊണ്ടേ നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വരിക. അപ്പം വിശർത്ത് കുളിച്ച് വെള്ളമായിട്ട് വരുമ്പോൾ നമ്മൾ ബസ്സിലല്ല വരുന്നത്. ബസ്സിൽ കയറി ആരെങ്കിലും അടുത്തിരിക്കുമ്പോൾ അവരുടെ ബോധം പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ചധികം മിസ്റ്റുകൾ മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മിസ്റ്റുകൾ. അങ്ങനെ ക്യാമറയുടെ ചാർജ് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ക്യാമറയിലത്തെ ചാർജും കറണ്ട് പോയിട്ടിരിക്കുകയല്ലേ, അപ്പോൾ ക്യാമറയിലത്തെ ചാർജും കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇനി ഫോണിലും കൂടി ഇത്തിരി ചാർജ് ഉണ്ട്, അതും കൂടി അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ മൈക്കൊന്നും ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ഫോണിലാവുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി അത്യാവശ്യം ശബ്ദത്തിൽ കേൾക്കാൻ പറ്റും. പക്ഷേ ക്യാമറയുടെ അത്രയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. പിന്നെ ഇതിൽ ഇവിടെ നോക്കിയിട്ട് വേണം സംസാരിക്കാൻ. നമുക്ക് ക്യാമറയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ലെൻസിൻ്റെ അവിടെ പരിചയമായി, അവിടെ മാത്രമേ നമുക്ക് നോക്കാൻ പാടുള്ളൂ, അവരെ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. ഇതിങ്ങനെ എനിക്ക് എവിടെയൊക്കെയാണ് നോക്കേണ്ടതൊക്കെ ഭയങ്കര ഡൗട്ടാണ്. അപ്പോൾ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയ നമ്മുടെ ഈ ഒരു സംഭവത്തിൽ. ഇതിലാകുമ്പോൾ സുഖമാണ് കേട്ടോ, ഭയങ്കര കൺവീനിയൻ്റ് ആണ് നമ്മുടെ ഫോണിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് നോട്ടത്തിൻ്റെ പ്രശ്നം വരുന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ ബോഡി ക്രീം എന്ന് പറയുന്നത്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതും ഒരു 9.29 പെർ ഗ്രാമിന് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അവരുടെ തന്നെ ഒരുപാട് റിവ്യൂകളുള്ള ഒരുപാട് റിവ്യൂകളുള്ള ഇൻടു നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്. കണ്ട എൻ്റെ നെയിൽ പോളിഷൊക്കെ ഭംഗിയിലിട്ടതൊക്കെ പോയി ഗൈസ്. ഞാൻ അവിടെ അത്യാവശ്യം വേറെ എന്തൊക്കെ പണികളൊക്കെ ആയിരുന്നു, അലക്കാനും ശ്രീകുട്ടൻ്റെ യൂണിഫോമൊക്കെ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നത്. അപ്പോൾ കണ്ട ഇത് ഒരുപാട് പേര് ഭയങ്കര റിവ്യൂ പറയുന്ന ഒരു പെർഫ്യൂമാണ് ഇത്. ഞാൻ കുറേ ആൾക്കാർ ഇങ്ങനെ അടുത്തോടെ പോകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു മണമാണ്. അവരതുപോലെ തന്നെ പറയുന്നത് കുറേ നേരം നിൽക്കും എന്നാണ്. ഇവിടെ നോക്കട്ടെ, കുറേ നേരം നിൽക്കും എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അടിച്ച് നോക്കിയിട്ട് പറഞ്ഞു നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ചേച്ചിമാർ ഭയങ്കര അഭിപ്രായം പറയുന്ന വേറൊരു പ്രോഡക്റ്റും കൂടി മേടിച്ചു. എല്ലാം കൂടി മേടിച്ചപ്പോൾ പോക്കറ്റ് കാലിയായിട്ടാണ്. പിന്നെ മാസം നമ്മുടെ ശമ്പളം കിട്ടുന്ന സമയത്തേ ഞാൻ തീരുമാനം എടുത്തതാണ് നമുക്ക് വേണ്ടി എന്തെങ്കിലും മേടിക്കുക എന്നുള്ള ഒരു കാര്യം. നമ്മളിങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ബാക്കിലേക്ക് ഇടാം. പിന്നെ കുറച്ച് നാളായിട്ട് എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ഒരു കുഞ്ഞു ശതമാനം എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരിക്കുന്ന സംഭവങ്ങൾ മുഴുവൻ വന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു പോയാൽ പിന്നെ ചിന്തകളൊന്നുമില്ല. എനിക്കൊന്നും ഈ നമ്മുടെ നാട്, എൻ്റെ മല, എനിക്ക് കാലത്ത് കണ്ടിട്ട് നമ്മുടെ മലയിലേക്ക് നോക്കുമ്പോൾ കോട, അവിടെ നിന്നുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടമാണ് എല്ലാവർക്കും അതായിരിക്കാം സങ്കടമാണ്. എനിക്ക് പിന്നെ അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. എൻ്റെ ഈ നാട് വിട്ട് എനിക്ക് പോകണ്ടേ എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ബാക്കിയുള്ള നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകും. നമ്മളിപ്പോൾ പോയി ചേച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരാൻ പോണില്ല. നമ്മുടെ ഒരു ശൂന്യത അവർക്കുണ്ടാവും, ബട്ട് അവർ സർവൈവ് ചെയ്യും. നമ്മളില്ലാണ്ടുള്ള രോഗം അവർ അഡ്ജസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഞാൻ എടുത്തൊരു തീരുമാനമാണ് കുറച്ച് നേരമെങ്കിലും നമ്മുടേതായ കുഞ്ഞു ഇഷ്ടങ്ങളൊക്കെ നടത്തി ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത്. ഒരു കാര്യം കേട്ടോ, ഇതൊക്കെ ഈ വിക്ടോറിയ സീക്രട്ടൊക്കെ ഭാഗ്യനാണ് പേ ചെയ്ത് തന്നത് എനിക്ക്. എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് കഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഭാഗ്യനാണ് ഒക്കെ ഓവറാന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിനി കുറേ നേരം കഴിയുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നടന്നു. കുഞ്ഞിനൊരെണ്ണം, ചേച്ചിക്ക് ഒരെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്കൊന്നും വേണ്ട, പിന്നെ കുഞ്ഞിനാണ് വേണ്ടി വരിക.
എന്തായാലും കറണ്ട് ഇല്ല. അപ്പൊ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇവിടെ വേറെ പരിപാടികളൊന്നും ചെയ്യാനില്ലാത്ത കാരണം കൊണ്ട് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. 1-2 കുഞ്ഞിന് കൊടുക്കണം. പിന്നെ ആർക്കും ആവശ്യമുള്ളവരുണ്ടാവില്ല ഈ വക സാധനങ്ങളൊന്നും. ഏട്ടായിയാണ് പിന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഏട്ടായി ഇതൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ആളിങ്ങനെ ഡിയോഡ്രൻറ്റുകളൊന്നും യൂസ് ചെയ്യില്ല. ഈ ബോഡി വാഷ്, ബോഡി ജെല്ല്, ഈ വക സംഭവങ്ങളൊക്കെ ഭയങ്കര ക്രേസാ. ഭാഗ്യനെല്ലാം ക്രേസാ. എന്ത് കൊടുത്താലും ഭാഗ്യന് ഓക്കെയാ. പക്ഷെ നമ്മളത് ചെയ്തു കൊടുക്കണം. ഇപ്പൊ ഭാഗ്യന്റെ കയ്യിൽ നമ്മൾ ഇത് കൊടുത്തിട്ട് ഭാഗ്യത എന്നും യൂസ് ചെയ്തോളാന്ന് പറയുകയാണെങ്കിൽ ആ വശത്തേക്ക് ആ മോനെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നല്ലാണ്ട് ആളത് യൂസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ അടിച്ചു കൊടുത്ത് പോവാണെങ്കിൽ ആള് അതെന്ത് അടിച്ചു കൊടുത്തു ചെയ്തു. ഞാൻ പഠിപ്പിച്ച ശീല എന്നാണ് എല്ലാവരും പറയണത്. ഇങ്ങനെ അസിസ്റ്റ് ചെയ്ത് നിന്ന് അത് ശീലാക്കി എന്നാണ് എല്ലാവരും പറയണത്. അപ്പോ നമുക്ക് പിന്നെ ആൾക്ക് അസിസ്റ്റ് ചെയ്യാൻ ഇത്ര നാളും ആരും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ആരും ഉണ്ടാവാനും പോകുന്നില്ല ഞാനല്ലാണ്ട്. ഞങ്ങളുടെ ഇപ്പം ശ്രീകുട്ടൻ്റെ ലോകത്തേക്ക് ശ്രീകുട്ടൻ കടന്നു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളുടെ ലോകത്ത് ഞങ്ങൾ രണ്ടാളും തനിച്ചാവും. അപ്പോൾ അതൊന്നും ചെയ്ത് കൊടുക്കണോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. അങ്ങനെ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ അടിച്ച് ശ്രീ പോകുമ്പോൾ എന്തൊരു നല്ല മണം എന്ന് പറയണത് ആഗ്രഹമാണ് എല്ലാത്തിൻ്റെയും കാരണം. ഇപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ പോകാൻ തന്നെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടല്ലോ. എന്താ പറയുക, വീഡിയോ എടുക്കുന്നു, ഇടുന്നു, വെക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു, ചേട്ടന്മാർക്ക് ഫുഡ് കൊടുക്കുന്നു. അതെന്നും ആകുമ്പോൾ നമുക്ക് മടുക്കും ഈ ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ഇപ്പം എന്നും സ്കൂളിൽ പോകുന്ന ടീച്ചർമാർക്ക് പഠിപ്പിച്ച് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പോൾ വല്ലപ്പോഴും ഒരു ആനിവേഴ്സറിയോ അതുപോലെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയത്ത് ടീച്ചർമാർക്ക് തന്നെ അവരുടെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ ഉള്ളതായിട്ട് തോന്നും. ഇപ്പം ബാങ്കിലത്തെ ജോലിക്കാരെ കാര്യം വലിയ കഷ്ടമാണ്. ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് മടുപ്പാടി എന്ന് ഈ ചെയ്ത കാര്യങ്ങൾ തന്നെ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളിലേക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് എത്തണം എന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോണ്ടന്റ് ആയിട്ട് എടുത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ഷെ അതും കുറേ നാൾ നമുക്ക് മടുക്കും. അങ്ങനെയാണ് നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ പോകാന്നുള്ള ഒരു മാർഗ്ഗം കണ്ടുപിടിച്ചത് കേട്ടോ. ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ ഒരു ഡിപ്ലോമ കോഴ്സ് ആകുമ്പോൾ എനിക്കൊരു സർട്ടിഫിക്കറ്റും കിട്ടും. പിന്നെ ഇപ്പോൾ ഭാവിയിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഡാൻസ് ചെയ്യാന്നുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പറയില്ലേ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ് പോലും മുടങ്ങാണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. അതതിനോടുള്ള ഒരു ഇഷ്ടം കാരണം കൊണ്ടാണ്. അവിടെ എത്തുമ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവ് മൈൻഡ് ആവും. ഇഷ്ടമില്ലാത്ത എന്നെ ടാലി പിടിപ്പിക്കാൻ വിട്ടു ഭാഗ്യൻ. എൻ്റെ ദൈവമേ, ഞാൻ നമ്മുടെ അംഗനവാടിക്ക് പിള്ളേരെ കൊണ്ടുവിടില്ല ആദ്യത്തെ 2 ദിവസം. അതുപോലെയായിരുന്നു. ഭാഗ്യ അന്ന് പോണ്ട. എനിക്ക് ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ ഭാഗ്യൻ്റെ അടുത്ത്. ഞാൻ നല്ല കൊഞ്ചിയാണ് ഭാഗ്യൻ്റെ അടുത്ത് മാത്രം. ഭാഗ്യൻ്റെ അടുത്താണ് ഞാൻ കൂടുതലും കൊഞ്ച. അപ്പോൾ കൊഞ്ചി നിൽക്കും. അപ്പോൾ ചിലവർക്ക് അത് കാണുമ്പോൾ തോന്നും അയ്യേ ഈ പെണ്ണെന്താ ഇങ്ങനെയെന്ന് തോന്നും. നമുക്ക് അങ്ങനെ ഒരു സ്പേസ് ഉള്ളത് നമ്മുടെ ഇന്നർ ചൈൽഡിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സ്പേസ് ഉള്ളത് കാണിക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അത് ഭാഗ്യൻ്റെ അടുത്ത് കാണിക്കാൻ എനിക്ക് പറ്റാറുണ്ട്. ചിലർക്ക് കാണുമ്പോൾ പറയാറുണ്ട് ശ്രീജ എന്തൊരു കൊഞ്ചലാന്ന് പറയാറുണ്ട്. എല്ലാവരുടെ അടുത്തും ഇല്ലാട്ടോ എനിക്കത്. ഭാഗ്യൻ്റെ അടുത്ത് നന്നായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മൾ ടാലി പിടിക്കാൻ പോണ കാര്യം. ടാലി പിടിക്കാൻ പോകുമ്പോൾ ഭാഗ്യൻ്റെ അടുത്ത് അതുപോലെ കൊഞ്ചി പോണ്ട ഭാഗ്യ എന്ന് പറഞ്ഞ് കിടന്നത്. ഇപ്പൊ ഭാഗ്യന് അഥവാ മോനെ ഇന്ന് പോണ്ട, ഇന്ന് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഡാൻസ് ക്ലാസ്സിൽ പോകണം പറ്റില്ല, ഡാൻസ് ക്ലാസ്സിൽ പോകണം. അവിടെ പോയിട്ട് മലമറിക്കാനൊന്നും ഇല്ല കേട്ടാ. പക്ഷെ അവിടെ എത്തുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ഞാൻ എല്ലാം മറക്കും. ഞാൻ എന്നെ തന്നെ മറക്കും. ഇനി ഇതൊക്കെ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് വെക്കട്ടെ, കാണുന്നോടത്ത് വെക്കണം, എന്നാലാണ് നമ്മൾ ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാനത് ഉപയോഗിക്കേയില്ല. ഇപ്പൊ അത് കൊണ്ടുവച്ചിട്ട് വരാം കേട്ടോ. കുറേ സാധനങ്ങൾ വാരി കൂട്ടിയിട്ടുണ്ടല്ലോ ശ്രീന്നല്ലേ. ഇതുപോലത്തെ സെയിൽ വരുമ്പോൾ നമ്മൾ മേടിച്ച് വെക്കുന്നത് നല്ലതാട്ടോ. കൊല്ലത്തിൽ ഒരിക്കലാണ് ഇപ്പോൾ പരിപാടികളൊക്കെ നടക്കുള്ളൂ. ഇനി അടിച്ചു ഇല്ലെങ്കില്ല. അങ്ങനെ കറണ്ട് വന്ന സന്തോഷമാണ് നിങ്ങൾ കാണുന്നത്. കറണ്ട് വന്നതും ആ വഴിക്ക് തന്നെ പോയിട്ടോ. വീണ്ടും അടുത്ത മഴ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ കറണ്ട് പോയി. അതേ നമ്മുടെ വിഭവങ്ങളൊക്കെ ഞാൻ എടുത്ത് ഇത്തിരി 2 വെച്ച് ചോറുണ്ടാന്ന് വിചാരിച്ചു. ഞാൻ ഉപ്പേരി എടുത്തില്ല കേട്ടാ. ഉപ്പേരി കഴിഞ്ഞു. ചേട്ടന്മാര് കഴിഞ്ഞു ചോറൊക്കെ കഴിച്ചപ്പോൾ ഇത് പിന്നെ നമ്മുടെ ആ സംഭവം, പിന്നെ നമ്മുടെ കൂണ്, ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരുവിധം സെറ്റാണ്. ഇവിടെ കൂണ് കൂട്ടാനൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട്. ഇപ്പം ചേട്ടന്മാർ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട് പണികളൊക്കെ. അപ്പം നമുക്ക് വിചാരിച്ചപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ കയറാമെന്ന്. കാലത്ത് കുച്ചിപ്പുടിയുടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം മോഹിനിയാട്ടത്തിൻ്റെ പ്രാക്ടീസിനാണ് കയറുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ പ്രാക്ടീസ് ചെയ്യുള്ളൂ. 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ചില ദിവസം പ്രാക്ടീസ് ചെയ്യൽ നടക്കില്ല. അപ്പോൾ അതിൻ്റെ വഴക്കമൊക്കെ അവിടെ ചെല്ലുമ്പോൾ സാറുമാരെ കയ്യിൽ നിന്ന് കേൾക്കും. ഞങ്ങൾ മാത്രം പരിശ്രമിച്ചാൽ പോരാ, നിങ്ങളും കൂടി പരിശ്രമിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ മാഷ്ടെ ക്ലാസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കേൾക്കില്ല, അത് ചെയ്യും അതുപോലെ. അപ്പം അങ്ങനെ കുറച്ച് നേരം പ്രാക്ടീസൊക്കെ ചെയ്യും കേട്ടോ. 3 ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഉണ്ട്. അപ്പോൾ അതിനെ വേണ്ടി ഡിവൈഡ് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ സമയം
സമയം കണ്ടെത്തി ചെയ്യാണ് പതിവ്. എനിക്കാണെങ്കിൽ അല്ല, അവരൊക്കെ കൂടെ നിൽക്കണവരൊക്കെ ടീച്ചർമാരാണ്. എൻ്റെ പോലെ ഇങ്ങനെ ABCD അറിയാത്ത ആൾക്കാരല്ല ഡാൻസിനെ പറ്റിയിട്ട്, എല്ലാം അറിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊപ്പം എത്താൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മൾ ആഞ്ഞു പിടിക്കുക എന്ന് മാത്രം. ഭാഗ്യം പോയത് വണ്ടി കൊണ്ടല്ലല്ലോ, അത് കാരണം കൊണ്ട് നമുക്ക് പുലിക്കണ്ണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് നമ്മുടെ ഇവിടെ. അവിടെ നിന്ന് ഭാഗ്യനെ പോയിട്ട് പിക്ക് ചെയ്യണം. അപ്പം ഞാൻ ഹെൽമെറ്റൊക്കെ ഭാഗ്യനുള്ളത് സെറ്റാക്കിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഈ ഭാഗ്യൻ വണ്ടി മേടിച്ച് തന്നപ്പം തന്നെ വണ്ടി എടുക്കാൻ സമ്മതിക്കുകയില്ല. പട്ടിയുടെ കയ്യിൽ മുഴുവൻ തേങ്ങ കിട്ടി വേണം വല്ലപ്പോഴൊക്കെ പുലിക്കണ്ണി വരെ ഒന്ന് ഭാഗ്യനെ പിക്ക് ചെയ്യാനാണ് എനിക്ക് ഒരു അവസരം കിട്ടുക. ഞാനാണെങ്കിൽ അത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ കണ്ട വൈൽഡ് റിസർച്ച് സെൻറ്റർ. ഇത് നമ്മുടെ പിന്നിലുള്ളത് മുളങ്കാടാണ് കേട്ടോ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മുളങ്കാടാണെന്നാണ് അവകാശപ്പെടുന്നത്. ആ പോകുന്ന വണ്ടിയിൽ ഭാഗ്യമുണ്ട്. അതിൻ്റെ ഉള്ളിലിരുന്ന് എത്തിച്ചു നോക്കണ ഭാഗ്യം. ഭാഗ്യം കണ്ട വീണ്ടും ഞാൻ ഓടിക്കാന്ന് പറഞ്ഞ് കയറിയിരുന്നു. ഇതാണ് അവസ്ഥ. ഒരു സ്വാതന്ത്ര്യം ഇല്ല എനിക്കൊന്നിനും. വേണ്ട, നിങ്ങൾ വിചാരിക്കണ്ടാവില്ല ഇതിലും വിട്ട് എന്ത് സ്വാതന്ത്ര്യമാണ് ശ്രീ ഭാഗ്യം തരണ്ടേന്ന്. ഇതൊക്കെ വെറുതെ ചുമ്മാ ഞാൻ ഭാഗ്യനെ ചൊടിപ്പിക്കാൻ പറയുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വല്ലൂരിൻ്റെ മടിത്തട്ടിലെത്തി. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവാമല്ലോ അല്ലേ, ആ കാടും പുഴയും നാടും ഒക്കെ തന്നെ. അപ്പോൾ അതേ കണ്ട വല്ലൂർ കൊത്തൊക്കെ നിറഞ്ഞൊഴുകുക. പോസ്റ്റാണ് നമ്മളിവിടെ, പോസ്റ്റിൻ്റെ താഴെ നല്ല മഴ വരുന്നുണ്ട് കണ്ടോ. ഇതാ വരുന്നു നമ്മുടെ അയ്യോ അമ്മ അങ്ങനെ ആദ്യമായിട്ട് ഇവിടേക്ക് വന്നേക്കുന്നു. കുഞ്ഞേ 2 കവലേരെ നടുവിലായിട്ടാണ് നമ്മുടെ ഗ്രാമേ. അപ്പോൾ ഒരു സ്ഥലത്ത് പുലിക്കണ്ണിയും ഒരു സ്ഥലത്ത് മരൊട്ടിച്ചാലാണ്. അപ്പോൾ ശ്രീകുട്ടനെ കൊണ്ട് നമ്മൾ വന്നു. അതിന്റെ അപ്പുറത്ത് ആകാശം കാണാൻ തോന്നിയല്ലേ. അമ്മക്ക് അപ്പുറത്ത് പോകണം ആഗ്രഹം. അതിന്റെ അപ്പുറത്ത് നമ്മുടെ വീടാ. നമ്മുടെ സ്ഥലത്തിൻ്റെ ഓരോ ഭാഗങ്ങളും കാണിക്കുമ്പോൾ എന്നോട് നമ്മുടെ ഫാമിലിയിലുള്ള നാട്ടിലേക്ക് വരുന്ന പ്രവാസികളായ ചേട്ടന്മാർ അല്ലെങ്കിൽ പുറത്തുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ചോദിക്കാറുണ്ട് ഇത് എവിടെയാണ് സ്ത്രീ സ്ഥലം എന്ന്. ഇതെനിക്ക് സത്യത്തിൽ എക്സാക്റ്റ് സ്ഥലം പറഞ്ഞുതരാൻ പറ്റാത്തത് പലതും നമ്മുടെ പ്രൈവറ്റ് ഭൂമികളാണ്. അത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ്റെ ആദ്യം തന്നെ കിച്ചണിലേക്ക് വന്നത്. നല്ല മണം വരുന്നുണ്ട് അത്രേ. ഭക്ഷണം കഴിക്കണില്ലേ? ഡ്രസ് മാറുന്നില്ലേ? എനിക്ക് മതി വീണു. എങ്ങനെയുണ്ട്? കൂടുകറി അയ്യോ അച്ചോറെഴുത്തു കണ്ണിലെന്തോ പോയി, അപ്പൊ തിരുമ്പി, അതൊരു പ്രശ്നമായി. കൂണ് ഈ വർഷം ആദ്യമായിട്ട് കൂണിട്ടതാണ്. ഇത് പൊട്ടിക്കാനായിട്ട് എന്നൊക്കെ വിളിക്കാന്നൊക്കെ പറഞ്ഞതാ. അപ്പൊ എൻ്റെ രമേശേട്ടൻ പോയി പൊട്ടിച്ചുകൊണ്ടിരുന്നു. അവിടെ നിർത്തിയതാ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്കറിയില്ലല്ലോ അത്. അവർക്കറിയില്ല. കറണ്ടില്ലേ കാലത്തോട്ട്. ഓ കടിക്കുന്ന ശബ്ദം കേൾക്കണ കേട്ടാ ആൾക്കാർക്ക്. അടിപൊളി ടേസ്റ്റ് ശരിക്കും സൂപ്പറായിട്ടുണ്ടല്ലേ. ശ്രീകുട്ടൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇന്ന് കളരിയുണ്ട് മോനേട്ടാ. അപ്പം മോൻ ഹൈഡ് ആൻഡ് സിക്കും പാലും കുടിക്കുക. മണത്ത് നോക്കുക ഏതാന്ന്. അതെങ്ങനെയത്? അല്ലെങ്കിൽ തലവേന എടുക്കും. കണ്ട ഇവിടെ എല്ലാവർക്കും ഉണ്ട് ഈ അസുഖം. കണ്ണ് വേന എടുക്കും. എന്നാലും വല്ലപ്പോഴൊക്കെ ഒരെണ്ണം അടിച്ചിട്ട് പോകുമ്പോൾ നല്ലതല്ലേ. കളരിക്ക് പോണ കാരണം ആൾ കുളിച്ചില്ല കേട്ടോ. നേരെ തന്നെ കൈയും കാലും കഴുകി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ സ്പ്രേയുടെ സ്മെല്ലിൻ്റെ കാര്യമാണ് ശ്രീകുട്ടൻ എന്നോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 മണി ആകുമ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ചേട്ടന്മാരെ പണി കഴിയും. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അവർക്ക് ചായ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറയുന്നത്. കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് എനിക്ക് ചെറുതായിട്ടൊരു ഷോൾഡർ പെയിൻ ഉണ്ട്. അത് കാരണം കൊണ്ട് എഡിറ്റ് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനൊന്ന് റെസ്റ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി റെസ്റ്റ് എടുക്കില്ല എന്ന് വിചാരിക്കണു. തുടർച്ചയായിട്ട് കുറച്ച് ദിവസം നമുക്ക് ഒരാഴ്ചത്തെ ഡൈൻ മൈ ലൈഫ് ഒക്കെ ചെയ്താലോ. അപ്പോൾ അഭിപ്രായം പറഞ്ഞോളാം. അടുത്ത വീഡിയോയിൽ കാണാം.